വീടുകൾ തോറും കയറി ഇറങ്ങുന്നു എന്നാണ് കേൾവി. ആ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഒരു ഭൂതത്തിന്റെ കഥ. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ഇവിടെ ആരംഭിക്കുന്നു. കേട്ടിട്ടില്ലേ ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെ നങ്ങേലിക്ക് ആറ്റ് നോറ്റിയിരുന്ന് ഒരു ഉണ്ണി പിറന്നു. താഴത്തും തലയിലും വെക്കാതെ ആ അമ്മ ഉണ്ണിയെ വളർത്തിക്കൊണ്ടുവന്നു. എങ്ങനെയെല്ലാമാണ് ഉണ്ണിക്കുട്ടനെ അമ്മ വളർത്തിയതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കച്ചിയ മോരൊഴിച്ചുപ്പി വടിച്ചിട്ട് കക്കയെ പൂച്ചെ പാട്ടുകൾ പാടിയിട്ട് മാനത്തെ അമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി, മാമു കൊടുക്കുന്നു നങ്ങേലി. ഉണ്ണിക്ക് 5 വയസ്സ് കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി വിദ്യ അഭ്യസിക്കാൻ അവനുള്ളിൽ ഒരു ആശയും വളർന്നു. ഉണ്ണിയെ അമ്മ ആദ്യമായി സ്കൂളിലേക്ക് അയച്ചു. വഴിക്കണ്ണുമായി ഉണ്ണി മറയും വരെ ആ അമ്മ അവിടെ കാത്തു നിന്നു. ഉണ്ണി പള്ളിക്കൂടത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു ഭൂതം ഉണ്ണിയെ കണ്ടു. ഭൂതത്തിന് ഉണ്ണിയെ ഒരുപാട് ഇഷ്ടമായി. ഒരു മകനോടുള്ള വാത്സല്യം ഭൂതത്തിന് ഉണ്ണിയോട് തോന്നി. ഭൂതം പതുക്കെ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. ഉണ്ണി, നീ എന്റെ കൂടെ കളിക്കാൻ വരുന്നുവോ? ഇല്ല, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പള്ളിക്കൂടത്തിൽ പോയാൽ വഴിയിൽ ഒരിടത്തും തങ്ങരുതെന്ന്. അമ്മ എന്നെ കാണാതായാൽ വളരെ വിഷമിക്കൂട്ടോ. പേടിക്കേണ്ട ഉണ്ണി, നമുക്ക് ഈ പാലമരച്ചോട്ടിലിരുന്ന് കണ്ണാരം പൊത്തി കളിക്കാം. പാലമരച്ചോട്ടിലിരുന്ന് 2 പേരും കൂടി കളിച്ച് നേരം സന്ധ്യ കഴിഞ്ഞു. എഴുതുവാൻ പോയ കിടാവ് വന്നില്ല. എന്റെ ഉണ്ണി എവിടെ പോയി? അവനെ കാണാതെ നങ്ങേലി അവിടെ നിന്ന് കരഞ്ഞുപോയി. ആറ്റിൻകരകളിൽ അങ്ങിങ്ങോടും അവനെ വിളിച്ചു നടന്നളമ്മ. നെഞ്ചിൽ കളിക്കും പരമീനല്ലോ ഇളവേ നിശ്ചലം നിന്നുപോയി. എന്റെ ഉണ്ണി എവിടെ? ഉണ്ണി, ഉണ്ണി എവിടെ? ഉണ്ണി! ഇത് കണ്ട ഭൂതം അമ്മയിൽ നിന്ന് ഉണ്ണിയെ എങ്ങനെ മറയ്ക്കാമെന്ന് ആലോചിച്ചു. അമ്മയെ പറ്റിക്കാനായി ഭൂതം എന്താണ് ചെയ്തതെന്നറിയണ്ടേ? കാറ്റിൻ ചുഴലിയ ചെന്നു ഭൂതം കുറ്റി കണക്കിന് നിന്നാളമ്മ. കാട്ടുതീയായിട്ടു ചെന്നു ഭൂതം കണ്ണീരാലൊക്കെ കെടുത്തളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഭൂതം അടവൊന്ന് മാറ്റിപ്പിടിച്ചു. ഭൂതമാ കുന്നിന്റെ മേൽമുടി പാറയെ കൈതപ്പ് പോലെ പറിച്ചു നീട്ടി. കഞ്ചിന്നു മാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. പൊന്നും മണികളും കീഴിട്ട് തന്നിടാം, പുന്നാര കൊട്ടനെ ഞാൻ എടുക്കാം. അപ്പൊന്നും നോക്കാതെ അമ്മിണി നോക്കാതെ അമ്മതൻ കണ്ണവർ ചുഴലെടുത്തു. പുലരിയിലെ ചെന്താമര പോലെ തന്റെ 2 കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവ ഭൂതത്തിന്റെ മുൻപിൽ വെച്ച് അമ്മ തൊഴുതു പറഞ്ഞു. ഇതിലും വലുതാണ് എന്റെ പൊന്നോമനെ എനിക്ക്. അതിനെ തരികന്റെ ഭൂതമേ നീ. അമ്മയ്ക്ക് കണ്ണ് കാണാതായില്ലേ? ഭൂതം എന്ത് ചെയ്തെന്നറിയാമോ? തെച്ചിക്കോലു പറിച്ചു ഭൂതം, തേലോട് മന്ത്രം ജപിച്ചു ഭൂതം, മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൻപോടെടുക്കുന്നു ഭൂതം. ഫ്രണ്ടിൽ തന്നെ
അമ്മയ്ക്ക് മനസ്സിലായി തന്റെ അടുത്തേക്ക് ഭൂതമയച്ച ഈ കുട്ടി തന്റെ ഉണ്ണിക്കുട്ടനല്ലെന്ന്. കോപാകുലയായ അമ്മ വേഗം ഭൂതത്തെ ശപിക്കാനൊരുങ്ങി. പെറ്റ വയറിനെ വഞ്ചിച്ച ഭൂതമേ, നിന്നെ ഞാൻ ഇതാ ശപിക്കുന്നു. അരുതേ, എന്നെ ശപിക്കരുതേ. അമ്മയുടെ കണ്ണിന്റെ കാഴ്ചയും അമ്മയുടെ ഉണ്ണിയും ഞാനിതാ തിരിച്ചു തരുന്നു. എന്നോട് ക്ഷമിക്കണേ. അമ്മയോടൊപ്പം യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്ത് ഭൂതം മൂർധാവിൽ പലകുരു ചുംബിച്ചു. ഒപ്പം തന്നെ വർഷത്തിലൊരിക്കൽ തനിക്ക് ഉണ്ണിയെ വന്നു കാണാനുള്ള അനുവാദവും ചോദിച്ചു. പക്ഷേ സ്ഥലം ചോദിക്കാൻ ഭൂതം മറന്നുപോയത്രേ. അന്ന് മുതൽ ഉണ്ണിയെ ഭൂതം അന്വേഷിച്ച് നടക്കുകയാണത്രേ. കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ തുടികൊട്ടും ഓട്ടച്ചിലമ്പിൻ കലമ്പുലികൾ. അയ്യയ്യ വരമമ്പിളി പൊങ്കുലമീലണിഞ്ഞ കരിമ്പൂതം. കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ തുടികൊട്ടും ഓട്ടച്ചിലമ്പിൻ കലമ്പുലികൾ. അയ്യയ്യ വരമമ്പിളി പൊങ്കുലമീലണിഞ്ഞ കരിമ്പൂതം. We are not done with the dancers yet. Just see this number with another team, which will make you realize the number of dancers